ഹലോ സ്റ്റുഡൻസ്, അപ്പം വെൽക്കം ടു അനദർ ക്ലാസ്. ഇപ്പോൾ പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് നമ്മളിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കയറിയേക്കാം. ഇപ്പോൾ ഇത്ര നാൾ പഠിപ്പിച്ചെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു, കഴിഞ്ഞ ക്ലാസ്സിലേക്ക് എടുത്തത്. ഇപ്പോൾ ഇനി ഇതിൻ്റെ ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ നടക്കുന്നത്. കുറച്ച് ജോമെട്രിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങിയേക്കാം. അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൗ മെനി ഡിഫറെൻറ്റ് സംസ് ക്യാൻ ബി ഫോംഡ് with the denomination of 50, 100, 200, 500 and 2000 taking at least 3 denomination at a time. ഇവിടെ ചോദിച്ചേക്കുന്നത് നമുക്ക് എത്ര ഡിനോമിനേഷൻ മൊത്തം തന്നിട്ടുണ്ട്? 5 തന്നിട്ടുണ്ട് അല്ലേ? ടോട്ടൽ 5 ഡിനോമിനേഷൻ നമ്മുടെ കയ്യിലുണ്ട്, പല വാല്യൂസ് ഉള്ളത്. അതിനകത്ത് ടോട്ടൽ 5 ഉണ്ട്. അതിനകത്ത് നമ്മളോട് ചോദിച്ചേക്കുന്നത് അറ്റ്ലീസ്റ്റ് 3 ഡിനോമിനേഷൻ നമുക്ക് എടുക്കാം. അതായത് പല ഡിഫറെൻറ്റ് സംസ് നമുക്ക് ഫോം ചെയ്യണം. ഒറ്റ കണ്ടീഷനുള്ളൂ, മിനിമം 3 എടുക്കുക. അതായത് ജസ്റ്റ് ഒരു 50, 100 മാത്രം എടുത്ത് 150 ഉണ്ടാവും, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് 2 ഡിനോമിനേഷൻ എടുത്തുള്ളൂ, അത് പറ്റില്ല. മിനിമം 3 എടുക്കണം. അതായത് ഒരു ഉദാഹരണമാണെങ്കിൽ 50 + 100 + 200 ഇതൊരു ഡിനോമിനേഷനാണ് ഈ അല്ലേ? കാരണം നമ്മൾ 3 എടുത്തിട്ടുണ്ട്. ഇതൊരു സംസ് അല്ലേ കിട്ടണം നമുക്ക്. 350 നമുക്കൊരു സം കിട്ടും. ഒന്നെങ്കിൽ ഈ 3 മിനിമം എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് 4 എടുക്കാം, 4 എടുക്കാം, അല്ലെങ്കിൽ 5 എടുക്കാം. മൊത്തം നമുക്ക് എല്ലാം എടുത്തിട്ട് 100 + 200 + 500 + 2000 ഇങ്ങനെ 5 ഡിനോമിനേഷൻ എടുത്ത് നമുക്ക് സം ഉണ്ടാക്കാം. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ്? മിനിമം 3 വേണം. മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിൽ പോകാം. നമ്മളോട് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് എന്നാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 ഡിനോമിനേഷനാണ്, അല്ലാണ്ട് എക്സാക്ട്ലി 3 മാത്രമേ എടുക്കാവുള്ളൂ എന്ന് ചോദിച്ചിട്ടില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 എടുത്താൽ. അപ്പോൾ നമുക്ക് എത്ര എടുക്കാം? 3 എടുക്കാം, 4 എടുക്കാം, 5 എടുക്കാം. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഡിഫറെൻറ്റ് സംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ എത്ര സംസ് വരുമെന്ന് വെച്ചാൽ നമുക്ക് പറയാം. അതായത് 3 എടുക്കുന്ന കേസുണ്ട് അല്ലേ? ഒന്നുകിൽ നമുക്ക് 3 എടുക്കാം. ഇനി അതല്ലെങ്കിലോ ഓർ അതുകൊണ്ടാണ് സബ്മിറ്റാണ് ഓർ വരാൻ. ഇനി അടുത്തത് എത്ര കേസ് വരാം? നമുക്ക് 4 എടുക്കാം, 4 ഡിനോമിനേഷൻ എടുക്കാം. അതുപോലെ തന്നെ 5 ഡിനോമിനേഷൻ നമുക്ക് ഫുള്ളായിട്ട് എടുത്തിട്ട് നമുക്ക് എത്ര ഡിഫറെൻറ്റ് സംസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം 3 എടുക്കാൻ നേരത്ത് നമുക്കറിയാം ഇത് എത്ര കോമ്പിനേഷൻ ആവുന്നത് അല്ലേ? ടോട്ടൽ നമുക്ക് 5 ഡിനോമിനേഷൻ ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും 3 നമ്മൾ സെലക്ട് ചെയ്താൽ പോരെ? അത് എത്ര ഡിഫറെൻറ്റ് വേസിൽ ചെയ്യാൻ പറ്റും? നമുക്കറിയാം 5C3 പഠിച്ചല്ലേ? 5C3 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് സെലക്ട് ചെയ്യാം. പ്ലസ് ഇനി 4 ഡിനോമിനേഷൻ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്കത് എത്ര രീതി സെലക്ട് ചെയ്യാൻ പറ്റും? ടോട്ടൽ 5 അതിനകത്ത് നമുക്ക് 4 എടുക്കണം, ദാറ്റ് ഈസ് 5C4. ഇനി ഇതുപോലെ തന്നെ 5 വരുവാണെങ്കിലോ 5C5 അല്ലെങ്കിൽ 5C1 എന്ന് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, 5C5 എന്ന് എടുക്കും. സോറി, 5 5C1 എന്ന് എടുക്കാൻ പറ്റുള്ളൂ, അതിവിടെ കേട്ടോ. 5C4 നമ്മൾ 5C1 എന്ന് എഴുതുന്നത്. 5C5 5C1 എന്ന് എഴുതാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇത് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്കറിയാം ഇതാ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് നിങ്ങൾക്കറിയാം. 5C3 നമുക്ക് എന്തായിട്ട് എഴുതാം? 5C2 ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ 5C4 5C1 എന്ന് എഴുതാം. അതൊക്കെ അറിയാവുന്നതല്ലേ? 5C5 എന്ന് പറയുന്നത് തന്നെ അത് 1 കാരണം ഒരു പ്രാവശ്യമല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാം കൂടി 5 എടുക്കാൻ ഒറ്റ പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടി. അതായത് 5C2 എത്ര വരും? 10 + 5C1 എത്ര തന്നെ? 5 + 1. ടോട്ടൽ അപ്പോൾ എത്ര ഡിനോമിനേഷൻ പറ്റും? എത്ര ഡിഫറെൻറ്റ് വേസ് പറ്റും? 16. ഓക്കെ, അതായത് 16 ഡിഫറെൻറ്റ് സംസ് നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര തന്നെ? അതായത് ഓപ്ഷൻ എ 16 കിട്ടും. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മളോട് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് 3 എടുക്കാന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3 എടുക്കാം, 4 ഡിനോമിനേഷൻ എടുക്കാം, 5 എടുക്കാം. അപ്പോൾ അത് പല ഡിഫറെൻറ്റ് ഡിനോമിനേഷൻ നമ്മൾ എടുക്കാൻ നേരത്ത് നമുക്ക് എത്ര സംസ് ആണ് കിട്ടണേ അത് എല്ലാം കൂടി അത് എത്ര എണ്ണം ഉണ്ടെന്ന് കൂട്ടുക, അതെല്ലാം കൂടി കൂട്ടുക. അവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല വരണേ. കാരണം എന്താണ്? ആൻഡ് അല്ല വന്നെ, ഇത് ഓർ ഫംഗ്ഷനാണ്. ഒന്നെങ്കിൽ 3 എടുക്കുക, അല്ലെങ്കിൽ 4 എടുക്കുക, അല്ലെങ്കിൽ 5 അല്ലേ? ഓറാണ്. അതുകൊണ്ടാണ് അഡീഷൻ വരുന്നത്. അപ്പം ഇവിടെ അഡീഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തമ്മിൽ അങ്ങോട്ട് തിരിഞ്ഞു പോകരുത്, കേട്ടല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതാണ് അടുത്തത്. അതായത് ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഫോംഡ് ബൈ ജോയിനിങ് ദ വെർട്ടിസസ് ഓഫ് എ ഹെക്സഗൺ. അതായത് ഒരു ഹെക്സഗൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താ? 6 സൈഡുള്ളത്. ഇപ്പം ഞാൻ വേണമെങ്കിൽ വരയ്ക്കാം.
ഇതാണ് നമുക്കൊരു ഹെക്സഗൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇതിൻ്റെ വെർട്ടിസസ് ഒക്കെ ജോയിൻ ചെയ്ത് എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണമാണ്, ഇത് 6 സൈഡുള്ള ഹെക്സഗൺ ആണ്. ഇത് ഇപ്പോൾ ഈ 3 വെർട്ടിക്സസ് ജോയിൻ ചെയ്ത് ഇപ്പോൾ എനിക്കൊരു ട്രയാങ്കിൾ ഉണ്ടാക്കി അല്ലേ. അപ്പം ഇതുപോലെ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചാണ്. ഓക്കെ, അതായത് ഹെക്സഗണിൻ്റെ വെർട്ടിസസ് എല്ലാം കൂടി കണക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് എത്ര ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എത്ര വേണം, 3 പോയിൻറ്റ്സ് വേണം. ഇവിടെ 1 അല്ലേ, 1 2 3 3 പോയിൻറ്റ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ മൊത്തം എത്ര ഉണ്ട്, ഒരു ഹെക്സഗണിന് മൊത്തം എത്ര പോയിന്റ് ഉണ്ട്, 6 പോയിൻറ്റ്സ് അല്ലേ ഉള്ളേ. അതായത് 1 2 3 4 5 6 അങ്ങനെ മൊത്തം 6 പോയിൻറ്റ്സ് ആണ് എന്തിനുള്ളത്, ഒരു ഹെക്സഗൺ ഉള്ളത് അല്ലേ. ഈ ഔട്ട് ഓഫ് 6 പോയിൻറ്റ്സ് നമുക്ക് ആവശ്യമുള്ള എത്രയാണ്, 3 പോയിൻറ്റ്സാണ് വേണ്ടേ അല്ലേ. അപ്പം നമ്മുടെ ട്രയാങ്കിൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതായത് 63 ഉപയോഗിച്ചാൽ മതി. കാരണം 6 പോയിൻറ്റ്സ് ഉണ്ട്, അതിനകത്ത് 3 പോയിൻറ്റ്സ് വെച്ച് നമുക്ക് വരയ്ക്കാൻ ചെയ്യണം. അപ്പോൾ നമുക്ക് 3 പോയിൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ ചോദിക്കാൻ നേരത്തെ നമ്മുടെ ആൻസർ തന്നെ 63. അതായത് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ ഹെക്സഗൺ ആയതുകൊണ്ട് 6 എടുത്തു. ഇനി വേറെ ഒക്ടാഗൺ അല്ലെങ്കിൽ ഡെക്കാഗൺ അതനുസരിച്ച് 8C3 അല്ലെങ്കിൽ 10C3 എന്ന് അത് അതിൻ്റെ ആൻസർ വരും. അപ്പം ഇവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് സെലക്ട് ചെയ്ത് നമുക്കറിയാം 3 പോയിന്റ് വേണം, മിനിമം 3 പോയിന്റ് വേണം ഒരു ട്രയാങ്കിൾ വരയ്ക്കാന്ന് പറഞ്ഞാൽ. സെലക്ടിങ് 3 പോയിന്റ്സ് ഫ്രം ഹെക്സഗൺ ആയതുകൊണ്ട് 6 പോയിന്റ്സാണ് മൊത്തം ഉള്ളത്. അതിനകത്താണ് നമുക്ക് 3 പോയിന്റ് വേണ്ടത്. അപ്പം 6 പോയിന്റിൽ നിന്ന് 3 പോയിന്റ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സെലക്ഷൻ മാത്രം ഏത് 3 പോയിന്റ്സാണ് നമ്മൾ വരയ്ക്കേണ്ട, ഏത് 3 പോയിന്റ്സിനെ എടുക്കണം എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് മാത്രം മതി. അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത്, കാരണം ആ 3 പോയിന്റ്സ് എടുത്താൽ നമുക്ക് ഉറപ്പായിട്ടും ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമല്ലോ. അപ്പം അതിൻ്റെ ആൻസർ എത്ര തന്നെ 63 ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 6 × 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2 × 3 ആൻസർ എത്ര കിട്ടും, 20 ബേസ് അല്ലേ. അപ്പം 20 ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ്, അതായത് നമുക്ക് ഈ 6 പോയിൻറ്റ്സിൽ നിന്ന് 3 പോയിൻറ്റ്സിനെ എത്ര ഡിഫറെൻറ്റ് ബേസിലായിട്ട് സെലക്ട് ചെയ്യാം, 20 ബേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 20 ട്രയാങ്കിൾസ് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ഹെക്സഗണിനകത്ത് നമുക്ക് 20 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? 3 പോയിന്റ്സ് സെലക്ട് ചെയ്യാനും നമ്മൾ ആ ഒരു ഐഡിയോളജിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ലോജിക്ക് എന്താണ്, 6 പോയിന്റ്സിനകത്ത് 3 പോയിന്റ്സ് സെലക്ട് ചെയ്യണം. ആ 3 പോയിന്റ്സ് വെച്ച് എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ, അതായത് 3 പോയിന്റ്സിനെ എത്ര ഡിഫറെൻറ്റ് രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ട്രയാങ്കിൾസ് നമുക്ക് ആ പോയിന്റ്സ് വെച്ച് വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്. ഇനി ഇതിൻ്റെ തന്നെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇതൊരു PYQ ആണ്, അതൊന്ന് വായിച്ചു നോക്കി. അതായത് ABCD is a square, 1 point on each of AB and CD and 2 distinct points on each of BC and DA are chosen. How many distinct triangles can be drawn using any 3 points as a vertices out of these 6 points? അപ്പം PYQ നമ്മൾ നേരത്തെ ചെയ്ത ഒരു ലോജിക്ക് വെച്ചാണ്. അതായത് നിങ്ങളിത് തന്നെ ചെയ്യാൻ നോക്കിയാൽ, ഇപ്പം ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിത് തന്നെ ഇതൊന്ന് സോൾവ് ചെയ്യാൻ നോക്ക്, എൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സോ ഇവിടെ ചോദിച്ചാണ് നമുക്കൊരു ABCD ഒരു സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു സ്ക്വയർ വരയ്ക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ് ഇത്. നിങ്ങളൊന്ന് ഈ സ്ക്വയർ ഒന്ന് വരച്ച് നോക്കി തന്നെ ചെയ്യാൻ നോക്കിയാൽ മതി, സംഭവം പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പം ABCD നമ്മളൊരു സ്ക്വയർ വരച്ചു, ABCD. ഇനി തന്നേക്കണം എന്താ, 1 point on each of AB and CD. ABയിലും CD-യിലും ഓരോ പോയിന്റ് വീതമുണ്ട്. ഇവിടെ ഒരു പോയിന്റ്, അതുപോലെ തന്നെ CD അവിടെ ഒരു പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത് 2 distinct പോയിന്റ് ഓൺ ഈച്ച് ഓഫ് BC ആൻഡ് DA. BCയിൽ 2 പോയിന്റ് വരയ്ക്കണം. അതുപോലെ തന്നെ പിന്നെ ഏതാ DAയിൽ നമുക്ക് എന്ത് വേണം, 2 പോയിന്റ്. അപ്പം മൊത്തം എത്ര പോയിന്റായി, 1 2 3 4 5 6, മൊത്തം 6 പോയിന്റ്സ് അല്ലേ വന്നേ. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഓരോ പോയിന്റ് മാർക്ക് ചെയ്തതാണ്. ഇനി നമ്മളോട് ചോദിച്ചാണ് ഹൗ മെനി ഡിസ്റ്റൻറ്റ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ യൂസിങ് എനി 3 പോയിന്റ്സ് ആസ് വെർട്ടിസസ് ഓഫ് ദി 6 പോയിന്റ്സ്. നമുക്കിപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ റെഡിൽ മാർക്ക് ചെയ്ത 6 പോയിന്റ്സിനകത്ത് ഏതെങ്കിലും ഒരു 3 പോയിന്റ്സ് എടുത്ത്
എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് ആൻസർ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തല്ലേ. അതായത് ഇവിടെ ടോട്ടൽ എത്ര പോയിന്റ്സ് ഉണ്ട്? 6 പോയിന്റ്സ് ഉണ്ട്. നമുക്കറിയാം 3 പോയിന്റ്സ് വേണം ട്രയാങ്കിൾ വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ചെയ്യുന്നത് എന്താ? അതായത് 3 പോയിന്റ്സ് എത്ര ഡിഫറെൻറ്റ് വേസിൽ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ പോരെ. 6 പോയിന്റ്സിനകത്ത് ഔട്ട് ഓഫ് 6 എങ്ങനെ നമുക്ക് എത്ര ഡിഫറെൻറ്റ് സെലക്ഷൻ 3 പോയിന്റ്സിന് എത്ര ഡിഫറെൻറ്റ് രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരും? അതായത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് വെച്ചാൽ എത്ര കിട്ടും? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു 63 അല്ലേ? കാരണം 6 പോയിന്റ്സ് ഉണ്ട്, അതിനകത്ത് 3 പോയിന്റ്സ് നമുക്ക് വേണം. അത് എത്ര ഡിഫറെൻറ്റ് രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് പോലെ 63 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആൻസർ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 20. ഓക്കെ, എളുപ്പമല്ലേ ഇത്? നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ട് പെട്ടെന്നൊന്നും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ വരച്ച് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത് ട്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് മനസ്സിലായവർ, അതായത് ഇപ്പോൾ ആദ്യം ചെയ്തപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് ആദ്യം തൊട്ട് ഒന്നുകൂടി ചെയ്ത് നോക്ക്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഇതൊന്ന് വരച്ച് ഒന്നുകൂടി ഒന്ന് ചെയ്യും. നിങ്ങൾക്കൊരു മെമ്മറി നിൽക്കട്ടെ അത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തതാണ്, ഹൗ മെനി ഡയഗണൽസ് ആർ ദെയർ ഇൻ എ പോളിഗൺ വിത്ത് 10 സൈഡ്സ്? ഇപ്പോൾ ഒരു പോളിഗൺ ഇപ്പം 10 വശം ഉണ്ടായി ഞങ്ങൾ അതിന്. അപ്പം അതിനകത്ത് എത്ര ഡയഗണൽസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ്. ഓക്കെ, ഡയഗണൽസ് എന്താണെന്ന് നിനക്കറിയാലോ അല്ലേ? എന്താ ഡയഗണൽസ്? ഇപ്പം അതായത് നോൺ അഡ്ജസൻറ്റ് സൈഡ്സ് വെർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് അല്ലേ? ഇപ്പോൾ ഏതൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ നോൺ അഡ്ജസൻറ്റ് സൈഡ്സ് ഏതൊക്കെയാണ്? ഇത് രണ്ടും അല്ലേ? അപ്പം ഇത് വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് വരയ്ക്കുന്നത്? കണക്ട് ചെയ്യുന്ന ഡയഗണൽ എന്ന് പറയുക, അല്ലെങ്കിൽ ഇത്. അപ്പോൾ ഇത് ഒരു റെക്റ്റാങ്കിളാണ്. ഇപ്പോൾ ഇവിടെ എത്ര ഡയഗണൽസ് പോസിബിൾ ആണ്? 2 ഡയഗണൽസ് ആണ് അല്ലേ? മൊത്തം 4 സൈഡ്സ് ഉണ്ട്. അതിന് നമുക്ക് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും? 2 ഡയഗണൽ വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പെൻറ്റഗണാന്ന് വിചാരിച്ചു. ഇതിനകത്ത് മൊത്തം സൈഡ്സ് എത്രയാണുള്ളത്? 5 സൈഡ്സ് ഉണ്ട്. നമുക്ക് എത്ര ഡയഗണൽ വരയ്ക്കാൻ പറ്റും? 1 2 3. ഇനി അതിന് വരയ്ക്കാൻ പറ്റുമോ? ഇവിടുന്ന് 4, പിന്നെ അത് ഇവിടെ 5. അങ്ങനെ മൊത്തം 5 ഡയഗണൽ നമുക്കിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഡയഗണൽ എത്രയാണ്? 5 സൈഡ്സ് ഉണ്ട്, 5 ഡയഗണൽസ് ഉണ്ട്. അപ്പം ഇങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഈ ചോദ്യത്തിനകത്ത് അതായത് എത്ര ഡയഗണൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എളുപ്പമുണ്ട്. ഇപ്പം 10 സൈഡ്സ് ഉണ്ടെന്ന് നമ്മൾ 10 ഇതുപോലെ വരച്ച് നോക്കുമെന്ന് വേണ്ട. അതായത് നമുക്കൊരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ച് അങ്ങ് കൊടുത്താൽ മതി. അത് വെച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്കിതിനകത്ത് എത്ര ഡയഗണൽസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അതായത് നമ്പർ ഓഫ് ഡയഗണൽസിൻ്റെ ഇക്വേഷൻ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ അറിയാവുന്ന സാധനം തന്നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നുള്ളൂ. അതായത് നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു NC2 മൈനസ് N. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്? NC2 മൈനസ് N. അതായത് ഈ 2 വന്ന ഡയഗണൽസിൻ്റെ ഇത്, അതായത് എത്ര സൈഡ്സ് ഉണ്ട്, ഇതാണ് നമ്മുടെ N. ഓക്കെ, അതായത് സൈഡ്സ് എത്രയുണ്ടോ അതാണ് നമ്മുടെ N. ഇപ്പോൾ റെക്റ്റാങ്കിൾ കേസ് ആണെങ്കിൽ Nൻ്റെ വാല്യൂ 4 ആയിരിക്കും. പെൻറ്റഗണിൻ്റെ കേസ് ആണെങ്കിൽ Nൻ്റെ വാല്യൂ 5 ആയിരിക്കും. ഓക്കെ, സൈഡ്സ് എത്രയാണോ അതാണ് N തന്നെ. അപ്പോൾ Nൻ്റെ വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ എത്രയാണ്? 10 സൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 10C2 മൈനസ് 10 ചെയ്താൽ മതി. ഓക്കെ, 10C2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 × 9 ഡിവൈഡ് ബൈ 1/2 മൈനസ് 10. ഇത് എത്ര കിട്ടും? നമുക്കറിയാം 45 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 35. അപ്പോൾ എത്ര ഡയഗണൽസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും? 10 സൈഡ്സ് ഉള്ള ഒരു പോളിഗണാണ്. അതിനകത്ത് നമുക്ക് മൊത്തം 35 ഡയഗണൽസ് നമുക്കിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ഈ വേണമെങ്കിൽ ഇക്വേഷൻ ഇതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ പെൻറ്റഗണിൻ്റെ കേസ് ആണെങ്കിൽ നമുക്കിവിടെ എത്ര തന്നെ ഡയഗണൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറയുന്നത് എത്രയാണ്? 5C2 മൈനസ് N. N എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. ദാറ്റ് ഈസ് 5. 5C2ൻ്റെ വാല്യൂ എത്രയാണ്? 5 × 4 ഡിവൈഡ് ബൈ 1/2 അല്ലേ? മൈനസ് 5 ഇവിടെയുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു
10 - 5 എന്ന് വരും. നമുക്ക് എത്ര കിട്ടും? ആൻസർ 5 തന്നെ കിട്ടും അല്ലേ? കറക്റ്റ് അല്ലേ? സോ ഇതാണ് എന്ത് ചെയ്യാനുള്ളത്? ഡയഗണൽസ് സൈഡ്സ് തന്ന ഡയഗണൽസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ദാറ്റ് ഈസ് NC2 - N എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നോക്കി തിരിച്ചു തരുവാണെങ്കിലോ, എ പോളിഗൺ ഹാസ് 44 ഡയഗണൽസ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ്. നമ്മൾ നേരത്തെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് നമ്പർ ഓഫ് ഡയഗണൽസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാമല്ലേ? നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ. നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? NC2 - N. ഇതിനകത്ത് ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 44 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈഡ്സ് ആണ്, അതായത് N ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഈ ഇക്വേഷൻ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അതായത് NC2 - N എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് NC2 എന്ന് പറഞ്ഞാൽ എന്താണ്? N × N - 1. ഇതല്ല NC2 ഡിവൈഡ് ബൈ 1 × 2. ഈ ഒരു ഭാഗം, അതായത് ഞാൻ ഇത്ര എഴുതിയത് NC2 അല്ലേ? ഇത് NC2 അല്ലേ? NC2 നമ്മളിങ്ങനെ എഴുതണേ -N. ഓക്കെ, ഇനി അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുന്നത് എത്ര കിട്ടും? ദാറ്റ് ഈസ് N × N - 1. ഞാൻ N അകത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ N² - N എന്ന് വരും, ഡിവൈഡ് ബൈ 1 × 2 - N. ഇത് നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എത്ര വരും? N² - N - 2N ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടിയില്ലേ? ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് N² - 3N/2 എന്ന് വരും. നമ്മൾ N ഒന്ന് പുറത്തെടുക്കുകയാണ്. ദാറ്റ് ഈസ് N × N - 3 ഡിവൈഡ് ബൈ 2. ഈ ഒരു ഇക്വേഷൻ കിട്ടില്ലേ? ഈ ഒരു ഇക്വേഷനിലേക്ക് വന്നാൽ മനസ്സിലായല്ലോ. ഞാൻ ഇതൊന്നും നമ്മൾ അത് അങ്ങോട്ടൊന്നും സോൾവ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു ഇക്വേഷൻ വരെ എത്തിയില്ലേ? ദാറ്റ് ഈസ് N × N - 3 ഡിവൈഡ് ബൈ 2. നമുക്കൊരു സിംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ ചെയ്തതാണ് ഇത്രയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ ഞാൻ അത് കാണാൻ പഠിക്കുന്നില്ലെങ്കിൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ കിട്ടുമെന്നൊന്ന് ഓർത്താൽ മതി. സോ നമുക്കിനി കണ്ടുപിടിക്കേണ്ട ഇതല്ല, ഏതാണ്? ഡയഗണൽസ് തന്നിട്ടുണ്ട്, സൈഡ്സ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. സോ നമ്മുടെ ഇക്വേഷൻ ആണുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എത്ര സൈഡ്സ് ഉണ്ടെന്നല്ലേ ചോദിച്ചാണേ. അപ്പം നമുക്ക് ഡയഗണൽസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 44. 44 ഇസ് ഈക്വൽ ടു നമ്മളിവിടെ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ദാറ്റ് ഈസ് N × N - 3 ഡിവൈഡ് ബൈ 2. അതല്ലേ? നമ്മുടെ ഇക്വേഷനിലേക്ക് നേരെ ഇട്ട് കൊടുത്താൽ പോരെ. സോ ഇത് അങ്ങോട്ടും ഈ 2 മുകളിലേക്ക് വന്നിട്ട് 88 ഇസ് ഈക്വൽ ടു N × N - 3 എന്ന് കിട്ടും. ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യാൻ നേരത്തെ നമുക്ക് എത്ര കിട്ടും? N-ൻ്റെ വാല്യൂ കിട്ടും. നമുക്കറിയാം നമ്പറാണ്, നമ്പർ ഓഫ് സൈഡ്സ് ആണ്. N-ന് 2 വാല്യൂസ് കിട്ടും. നെഗറ്റീവ് വാല്യൂ കിട്ടും, പോസിറ്റീവ് വാല്യൂ കിട്ടും. നമുക്ക് വേണ്ടതാണ് പോസിറ്റീവ് വാല്യൂസ് ആണ്. കാരണം ഇവിടെ എണ്ണാണ് ചോദിച്ചാൽ, നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ ഒരിക്കലും എണ്ണ നെഗറ്റീവ് ആകിയല്ലോ. അപ്പം ഇവിടെ N-ൻ്റെ ഒരു പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. നിങ്ങളത് സോൾവ് ചെയ്ത് നോക്ക്. അപ്പം നമുക്ക് എത്ര കിട്ടും നമ്മൾ നോക്കിയാൽ മതി. അതായത് N = നമുക്ക് 11 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 2 വാല്യൂസ് N-ന് തന്നെ. N 11 കിട്ടും, -8 വരും. സോ വാല്യൂസ് നോക്കുക. ഓക്കെ, അപ്പോൾ N-ൻ്റെ 11 എന്നുള്ള വാല്യൂ നമ്മൾ എടുക്കും. അതാണ് എത്ര എന്ന് പറയുന്നത്? നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയഗണൽസ് വന്നാൽ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാനും നമുക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണെന്ന് പറ്റിയില്ലേ? സോ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ദ നമ്പർ ഓഫ് പാരലോഗ്രാം ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം എ സെറ്റ് ഓഫ് 4 പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് അനദർ സെറ്റ് ഓഫ് 4 പാരലൽ ലൈൻസ് ഈസ്. അപ്പോൾ ഇത് എത്രയാണെന്ന് ചോദിച്ചാണ്. ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കും. അതിപ്പം എല്ലാ ചോദ്യം, കാരണം നമുക്കൊരു പെർമുട്ടേഷൻ കോമ്പിനേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വരികയാണ്, പെർമുട്ടേഷൻ കോമ്പിനേഷൻ. അപ്പം നിങ്ങളിതൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യും. ഇത് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. തെറ്റുവാണെങ്കിൽ തെറ്റട്ടെ, തെറ്റിയ ഭാഗം നിങ്ങൾ മാർക്ക് ചെയ്ത് അവിടെ എന്താ തെറ്റിയെന്നുള്ളത് തെറ്റുപറ്റി മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാമെന്നല്ലേ നമുക്ക് പഠിക്കാമെന്നുള്ളത്. സോ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി. ഇപ്പോൾ ഇവിടെ ചോദിച്ചാണ് എ സെറ്റ് ഓഫ് 4 പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് അനദർ സെറ്റ് ഓഫ് 4 പാരലൽ ലൈൻസ്. അതായത് നമുക്ക് പാരലോഗ്രാമിന് അവർക്ക് 4 സൈഡ്സ് വരും. അതായത് തന്നേക്കണേ ഇവിടെ ഒരു 4 ഹൊറിസോണ്ടൽ പാരലൽ ലൈൻസും കാണും. അതുപോലെ തന്നെ ഒരു 4 വെർട്ടിക്കൽ പാരലൽ ലൈൻസ് കാണും. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയാണ് നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പാരലോഗ്രാം ഫോം ചെയ്യുന്നത്.
set of 4 parallel lines intersecting another set of 4 parallel lines എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ ഓരോന്ന് എത്ര രീതി സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അതായത് നമുക്ക് ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ഒരു പാരലോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്ര ഹൊറിസോണ്ടൽ ലൈൻസ് വേണം? 2 വേണ്ടേ? കാരണം നിങ്ങൾ നോക്കിയേ, മുകളിലും താഴെയും 2 വരണ്ടേ? ഇനി വെർട്ടിക്കൽ ലൈൻസ് ആണെങ്കിലോ അതും 2 വേണം. എന്നാലല്ലേ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു പാരലോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടി ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് 2 വേണം. അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻ നമുക്ക് എത്ര വേണം? 2 വെർട്ടിക്കൽ ലൈൻസ് കിട്ടിയാലേ ഉള്ളൂ നമുക്കൊരു പാരലോഗ്രാം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഹൊറിസോണ്ടൽ ലൈൻസ് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? ടോട്ടൽ 4 ഉണ്ട്. അതിനകത്ത് 2 നമുക്ക് വേണ്ടത്. സോ ഇറ്റ് വിൽ ബി 4C2 ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, 4C2 ബേസിൽ ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ സെലക്ട് ചെയ്യും. 4C2ൻ്റെ വാല്യൂ എത്രയാണ്? 6. ഇനി ഇതിൻ്റെ കൂടെ ഇതും വേണ്ടേ? ഹൊറിസോണ്ടൽ ലൈൻസ് ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് അല്ലേ വേണ്ടേ? അല്ലാണ്ട് ഒരെണ്ണം തന്നെ പറ്റിയല്ലോ. സോ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. ഹൊറിസോണ്ടൽ ലൈൻസ് ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് വേണം. വെർട്ടിക്കൽ ലൈൻസ് സിമിലർലി വെർട്ടിക്കൽ ലൈൻസ് നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? 4 വെർട്ടിക്കൽ ലൈൻസ് ആണുള്ളത്. അതിനകത്ത് 2 ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതും എത്രയാണ്? 4C2 ബേസ് ആണ് വരുന്നത്. അതും എത്രയാണ്? 6 തൊട്ട് അതിൻ്റെ ആൻസർ. സോ ടോട്ടൽ ബേസ് എന്ന് പറയുന്നത് എത്ര പാരലോഗ്രാം ഉണ്ടാക്കാൻ പറ്റും? നമ്പർ ഓഫ് പാരലോഗ്രാംസ് ഫോം എന്ന് പറയുന്നത് 6 × 6 വിച്ച് ഈസ് ഈക്വൽ ടു 36 ആണ്. ഇവിടെ എന്താണ്? നമുക്ക് 4 ലൈൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് 2 ലൈൻസ് മതി. വെർട്ടിക്കൽ ലൈൻസ് 4 ലൈൻസ് അതിനകത്ത് 2 വേണം. അപ്പോൾ അത് എത്ര രീതിയിൽ ഡിഫറെൻറ്റ് രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കിയാൽ മതി. അതാണ് 4C2 ബേസ് ഹൊറിസോണ്ടൽ ലൈൻസും 4C2 ബേസിൽ വെർട്ടിക്കൽ ലൈൻസും. അങ്ങനെ മൊത്തം 6 × 6 36 നമുക്ക് ആൻസർ കിട്ടും. ഇതൊക്കെ ഒരു PYQ കേട്ടോ. PYQ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഇനി അടുത്ത ചോദ്യം. There are 24 equally spaced points lying on a circumference of a circle. What is the maximum number of equilateral triangle that can be drawn by taking set of 3 points as a vertices? ഇവിടെ നമ്മളോട് ചോദിച്ചുകൊണ്ട് ഒരു സർക്കിളുണ്ട്. ഓക്കെ, ഒരു സർക്കിളിൽ മൊത്തം എത്ര പോയിൻറ്റ്സ് ഉണ്ട്? 24 പോയിൻറ്റ്സ് ഉണ്ട്. ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള, സപ്പോസ് എല്ലാം വരയ്ക്കുന്നില്ല, ഇങ്ങനെ 24 പോയിൻറ്റ്സ് ഇത് ഇവിടെ 1 2 3 അങ്ങനെ വന്ന് മൊത്തം എത്ര പോയിന്റ് വരും? 24 പോയിൻറ്റ്സ് ഇത് ചുറ്റും സർക്കിളിന് ചുറ്റും ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് അത് ഈക്വലി സ്പേസ്ഡാണ് അല്ലേ? റാൻഡം ആയിട്ടല്ല, ഈക്വലി സ്പേസ്ഡാണ്. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസും ഇത് തമ്മിലുള്ള സ്പേസും എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഈക്വലി സ്പേസ്ഡാണ്. ഇനി നമ്മളോട് വെച്ചാൽ വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ബൈ ടേക്കിംഗ് സെറ്റ് ഓഫ് 3 പോയിന്റ് ആസ് എ വെർട്ടിസസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനെ പല എന്താ പറയണേ പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്ത്, അതായത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു 3 പോയിന്റ് സെലക്ട് ചെയ്ത് റാൻഡം ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. വരയ്ക്കുന്ന ട്രയാങ്കിൾസ് എന്തായിരിക്കണം? ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ അതെന്താണ്? ഈ സർക്കിളിൽ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അതെന്തായിരിക്കണം? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കണം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ മീൻസ് എല്ലാ ആംഗിളും എത്രയായിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം അല്ലേ? എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് ഇത്. സപ്പോസ് ഇത് സർക്കിളിൻ്റെ സെൻറ്ററാണെന്ന് വിചാരിച്ചു. സോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുന്ന നേരത്ത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ആംഗിൾ എത്രയും നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരാൻ നേരത്ത് ഇതെത്ര? ഇത് 60 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ അല്ലേ? 120 ഡിഗ്രി വരും. അറിയാമല്ലേ? ഇത് നമ്മൾ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ സർക്കിളിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കാൻ നേരത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, 120 ഡിഗ്രി അവിടെ വരും അതിൻ്റെ സെൻറ്റർ ഓഫ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ വേറൊരു കളർ ചൂസ് ചെയ്യാം. അതായത് വേണ്ട, ഇതത്ര ക്ലിയർ ആയിരിക്കില്ല. ഓക്കെ, ഇത് തമ്മിലുള്ള ഇത് സെൻറ്ററാണെന്ന് ചോദിച്ചു. ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. ഇതില്ലേ ആദ്യത്തെ പോയിന്റും ഈ രണ്ടാമത്തെ പോയിന്റില്ലേ, ഇത് തമ്മിലുള്ള സെൻട്രൽ ഓഫ് ആംഗിൾ എത്രയാണെന്ന് അറിയാമായിരിക്കും. അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം മൊത്തം സർക്കിളിന് എത്രയാണ്? 360 ഡിഗ്രിയാണുള്ളത് അല്ലേ? മൊത്തം എത്ര പോയിന്റ്സ് ഉണ്ട്? 24 പോയിന്റ്സ് ആണുള്ളത്. അപ്പോൾ 360 ഡിവൈഡ് ബൈ 24 നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 15 ഡിഗ്രി അല്ലേ?
സോ 15 ഡിഗ്രിയാണ് അതിൻ്റെ സെൻറ്റർ ഇതെന്ന് പറയുന്നത്. അതായത് രണ്ട് പോയിൻറ്റ്സ്, ഈക്വൽ ഡിസ്റ്റൻസ് 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര വേണം? 15 ഡിഗ്രി കിട്ടിയാൽ പോരാ, 120 ഡിഗ്രി വരെ വരണം അല്ലേ? 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പോയിന്റ് തമ്മിലുള്ള ഇതെന്ന് പറയുന്ന ആംഗിൾ 120 ഡിഗ്രി വേണം നമുക്കറിയാം. സോ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്, അതായത് എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ, നമ്പർ ഓഫ് പോസിബിൾ ഇക്വലാറ്റർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് പോസിബിൾ ഏതാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? അതായത് എത്രയാണ് വരണ്ടേ? 120 ഡിഗ്രി മിനിമം വരണം അല്ലേ? 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പോയിന്റ്സ് തമ്മിൽ 120 ഡിഗ്രി വരണം. ഓരോ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് 15 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 120 ഡിവൈഡ് ബൈ 15 ചെയ്യാം. ഇത് എത്ര കിട്ടാം? 8. അപ്പോൾ ടോട്ടൽ 8 ആണ് എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഇക്വലാറ്റർ ആംഗിൾ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ബൈ ടേക്കിംഗ് 3 പോയിന്റ്സ് ആസ് എ വെർട്ടിസസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആണ് ആൻസർ തന്നെ. കാരണം എന്താ, നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വെർട്ടിസസ് നമുക്ക് എടുക്കണമെങ്കിൽ അത് തമ്മിലുള്ള 120 ഡിഗ്രി ഡിഫറൻസ് വേണം. രണ്ടെണ്ണം ഓരോന്നിൻ്റെയും, അതായത് ഈക്വലി സ്പേസ് ആയിട്ടുള്ള ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. സോ 120 ഡിവൈഡ് ബൈ 15 അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതല്ലാണ്ട് വേറെ രീതിയിൽ ഈ ഇക്വേഷൻ ഈ സെയിം വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമുക്ക് മൊത്തം എത്രയുണ്ട്? 24 ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സ് ആണുള്ളത്. ഇപ്പോൾ 24 ഡിവൈഡ് ബൈ നമ്മുടെ സർക്കിളിൻ്റെ മൊത്തം സെൻട്രൽ ആംഗിൾ എത്രയാണ്? 360 ഡിവൈഡ് ബൈ ഇത് 120 വരുന്ന തന്നെ നമ്മുടെ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ആംഗിൾ. കാരണം ഈക്വലാറ്റർ ട്രയാങ്കിളാണ്, അപ്പോൾ അതിൻ്റെ എല്ലാം 120 ആണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഈ ആൻസർ കിട്ടും. അതായത് 24 ഡിവൈഡ് ബൈ 360 ഡിവൈഡ് ബൈ 120 നമുക്ക് എത്ര? 3 ആണെന്നറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു 8. ഈ ഒരു രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. സോ അടുത്ത ചോദ്യം, ഇത് അടുത്തൊരു PYQ ആണ്. ഇതിനകത്ത് ചോദിച്ചാണ് എന്താണ്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സെലക്ഷൻ ഓഫ് 10 കോൺസിക്യൂട്ടീവ് തിങ്സ് ഔട്ട് ഓഫ് 12 തിങ്സ് ഇൻ എ സർക്കിൾ ടേക്കൺ ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം ചോദ്യത്തിനകത്ത് ഒരു സർക്കിളുണ്ട്, അതായത് 12 തിങ്സ് ആണ്. അതായത് നമ്മുടെ നിങ്ങളൊരു ക്ലോക്ക് തന്നെ ആലോചിച്ചാൽ മതി അല്ലേ? 1 2 3 4 5 6 7 8 9 10 11. അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന ഒരു ക്ലോക്കിൻ്റെ രീതിയിൽ തന്നെ ഇത് മാർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണുള്ളത്. സോ ഇതിനകത്ത് നമ്മൾ ചോദിച്ചാണത് 10 എടുക്കണമെന്നാണ് പറയുന്നത് അല്ലേ? 12 നമ്പേഴ്സ് ഉണ്ട്. ഇത്ര ഉദ്ദേശിക്കാം, 12 നമ്പേഴ്സ് ഉണ്ട്. ഇതിനകത്ത് 10 നമ്പേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതും റാൻഡംലി അല്ല. എന്തൊക്കെയാണ്? 10 കോൺസിക്യൂട്ടീവ് തിങ്സ് ആണ്. റാൻഡംലി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്താണ് നമ്മൾ എന്ത് ചെയ്യണേ? ഇപ്പം നമുക്കറിയാം 12 ഔട്ട് ഓഫ് 12 10 സെലക്ട് ചെയ്യാൻ പറയുന്നത് റാൻഡംലി ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് 12C10 കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, നമുക്ക് 12C10 കൊടുത്താൽ ശരിയാകില്ല. കാരണം എന്താ, റാൻഡംലി സെലക്ഷൻ അല്ല, നമുക്ക് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സെലക്ഷനുമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ സെലക്ട് ചെയ്യണം, അല്ലാണ്ട് ആൻറ്റി ക്ലോക്ക് വൈസോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 12C10 എന്ന് പറഞ്ഞ് നമുക്ക് നേരെ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇക്വേഷൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, അതായത് ഈ ഡയറക്ഷൻ അല്ല, ഇതല്ല ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യണം? ഇതെപ്പോഴും ഈ ഒരു ഡയറക്ഷനിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതുപോലെ എത്ര രീതിയിൽ എടുക്കാൻ പറ്റുമെന്നാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അതായത് ഞാൻ സ്റ്റാർട്ടിങ് 1 തുടങ്ങി. അപ്പോൾ 1 തൊട്ട് എനിക്ക് എത്രയാണ് സെലക്ട് ചെയ്യാൻ പറ്റും? 10 കോൺസിക്യൂട്ടീവ് തിങ്സ് ആണ്. അപ്പം ആദ്യത്തെ 1 സ്റ്റാർട്ട് ചെയ്താൽ 2 സെലക്ട് ചെയ്യണം, 3 4 5 6 7 8 9 10 വരെ ഞാൻ സെലക്ട് ചെയ്താൽ മതിയാകത്തുള്ളൂ അല്ലേ? 1 തൊട്ട് ഞാൻ അടുത്തടുത്തോളം ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 തൊട്ട് 10 വരെ സെലക്ട് ചെയ്യാം. ഇതൊരു വേ അല്ലേ? ഇനി 1 നമ്മൾ എടുക്കുക, 1 നിർത്തിയിട്ട് ഇനി 2ൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റേ. 2 തൊട്ട് അപ്പോൾ എത്ര വരെ പോവും? 11 വരെ പോവും. ഈ രീതിയിൽ തന്നെ സിമിലർലി 3 തൊട്ട് 12 ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് എവിടം വരെ പോകാൻ പറ്റും? നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 ആയിരുന്നു, അത് പിന്നെ 2 തൊട്ട് 11 വരെയായി, 3 തൊട്ട് 12 വരെയായി,
ഇതെല്ലാം ഡിഫറൻറ്റ് സെലക്ഷനാണ്. ഇനി ഇത് 4 തൊട്ട് എത്ര 12 കഴിഞ്ഞാൽ അടുത്ത ഏതാണ് 1 വരെ വരും. അതായത് 4 സ്റ്റാർട്ട് ചെയ്തു, 5, 6, 7, 8, 9, 10, 11, 12 എടുത്തു, പിന്നെ 1 എടുത്തു. ഓക്കെ, അതായത് 4 സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പം അടുത്താണെങ്കിൽ 5 to 2 വരെ പോകും. കാരണം 5 സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ 5 എടുത്തു, 6 എടുത്തു, 7, 8, 9, 10, 11, 12. പിന്നെ നമുക്ക് അടുത്ത 10 കോൺസിക്യൂട്ടീവ് തിങ്സ് ആണ് എടുക്കേണ്ടത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ അടുത്ത രണ്ടെണ്ണം ഏതൊക്കെയാണ്? 1 വരും, 2 വരും. ഈ ഒരു രീതിയിലല്ലേ അതിൻ്റെ കോമ്പിനേഷൻ ഇത് സെലക്ഷൻ പോണേ. അപ്പം നിങ്ങൾ നോക്കിയേ, ഇതൊരു പാറ്റേൺ ആയിട്ട് പോകുന്നില്ലേ? അപ്പം ഇതുപോലെ നമുക്ക് എവിടെ വരെ പോകാൻ പറ്റും? അപ് ടു 12 വരെ പോകാം അല്ലേ? 12 തൊട്ട് 10 വരെ സെലക്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് ഏതാ? 1 അവന് 1 to 10 അല്ലേ? അത് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, കണ്ടില്ലേ? നമ്മൾ ഫസ്റ്റ് എടുത്ത 1 to 10 ആണ്. അപ്പം ഇത് വരികയല്ല. അപ്പം നമുക്ക് എവിടെ വരെ പോകാൻ പറ്റും? 12 to 10 വരെ പോകാം. അതായത് 1 തൊട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ 1 തൊട്ട് നിങ്ങൾക്ക് എവിടെ വരെ പോകാൻ പറ്റും? 12 വരെ പോകാൻ പറ്റും. 1 തൊട്ട് 12 വരെ നമുക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തം എത്ര സെലക്ഷൻ ഉണ്ട്? 12 സെലക്ഷൻ അല്ലേ? ഇപ്പോൾ ടോട്ടൽ സെലക്ഷൻ എത്രയാണ്? ടോട്ടൽ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് 12 ആണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ആൻസർ സി ആണ്, 12. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ 12C10 ഉപയോഗിക്കാത്തതെന്ന് മനസ്സിലായോ? അതായത് ഇത് കോൺസിക്യൂട്ടീവ്, നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, റാൻഡംലി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, കോൺസിക്യൂട്ടീവ് തിങ്സ് തന്നെ വേണം താൻ. ഇത്രയൊക്കെ കണ്ടീഷൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ 12C10 ഉപയോഗിക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് 12 കിട്ടുമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are 8 equidistant points on a circle. How many right angular triangles can be drawn using these points as vertices and taking the diameter as one side of triangle? അപ്പോൾ നമ്മളിത് നിങ്ങൾ വരയ്ക്കും. അതായത് നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് നമ്മുടെ കണ്ടീഷൻ എന്താണ്? നമുക്ക് ആ സർക്കിളാണ് വരയ്ക്കാം അല്ലേ? നമ്മൾ സർക്കിൾ വരച്ചു. ഇനി ചോദിച്ചാണ് പറഞ്ഞേക്കണം 8 equidistant points ഉണ്ടെന്നാണ് സർക്കിളിൽ. അപ്പോൾ നമ്മൾ സർക്കിളിൽ എത്രയാണ്? ഒരു 8 പോയിന്റ് ഇടുവാണ്. ഇപ്പോൾ 4 6 8 പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തു. അതായത് 1 2 3 4 5 6 7 8. അങ്ങനെ ആ ഒരു സർക്കിളിൽ 8 പോയിന്റ്സ് ഉണ്ട്. 8 എല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു സൈഡും ഈ സൈഡും എല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ 6 7 എടുക്കാനും എല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് പോയിന്റ് ആണ്. എല്ലാം സെയിം ഡിഫറൻസിലാണ് നമ്മൾ വരച്ചേക്കണം, അല്ലെങ്കിൽ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തേക്കണം. ഇനി നമ്മളോട് ചോദിച്ചാണ് ഹൗ മെനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി വരണം അല്ലേ? ഇതല്ല റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഒരു സൈഡ് 90 വരണം. അപ്പം ഹൗ മെനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ യൂസിങ് ദീസ് പോയിന്റ് ആസ് വെർട്ടിസസ്. അതായത് നമ്മൾ എടുത്തങ്ങനെ ഈ പോയിന്റ്സ് എല്ലാം എടുത്ത് ഈ പോയിന്റ്സിനകത്ത് ഈ 3 പോയിന്റ്സിനുള്ള ഈ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്സിനകത്ത് ഏതെങ്കിലും 3 പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കണം, ട്രയാങ്കിൾ വരയ്ക്കണം. പക്ഷെ അത് വേറെ അടുത്ത കണ്ടീഷനുണ്ട്. ടേക്കിംഗ് ഡയമീറ്റർ ആസ് വൺ സൈഡ്. അതാണ് ഞാൻ നേരത്തെ ഒരു ഡയമീറ്റർ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതൊരു ഡയമീറ്ററാണ്. ഓക്കെ, ഇതൊരു ഡയമീറ്റർ. ഇപ്പം ഇങ്ങനെ ഡയമീറ്റർ ഒരു സൈഡായിട്ട് എടുത്തിട്ട് എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ സപ്പോസ് നമുക്കിത് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്മളിപ്പം ഇവിടെ 1 to 5 ഞാൻ മാർക്ക് ചെയ്തു. ഇതുപോലെ തന്നെ അടുത്തൊരു ഡയമീറ്റർ വരാം. ഏത്? നമുക്കറിയാം 4 to 8 ഇതൊരു ഡയമീറ്റർ അല്ലേ? അതുപോലെ തന്നെ ഇപ്പം 3 to 7 ഇതൊരു ഡയമീറ്റർ. അപ്പോൾ ഇതെല്ലാം ഈ പല ഡയമീറ്റർ വെച്ച് നമുക്ക് പല ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുക 1 to 5 ഒരു ഡയമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് വെച്ച് നമുക്ക് എത്ര ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കറിയാം, നിങ്ങൾക്ക് സർക്കിളിൻ്റെയും ട്രയാങ്കിൾസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നറിയാം. ഡയാമീറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരച്ചാൽ അവിടെ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇപ്പം ഞാൻ ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ വരച്ചെന്ന് വിചാരിച്ചോ, ഇത് എത്രയായിരിക്കും? ഇത് 90 ആയിരിക്കും, ഇത് 90 ആയിരിക്കും അല്ലേ? ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നല്ലേ? അപ്പം നമ്മളിവിടുന്ന് എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഈ ഒരു 1 to 5 ഡയാമീറ്ററിൽ നിന്ന് എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും? 1 നിന്ന് 2 വരയ്ക്കാം. ഓക്കെ, ഇതൊരു ട്രയാങ്കിൾ, ഇത് അടുത്ത ട്രയാങ്കിൾ,
4 ഇതെല്ലാം 90 ഡിഗ്രി ട്രയാങ്കിൾസ് ആണ് അല്ലേ? കാരണം അത് സർക്കിളിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസാണ്. നമ്മുടെ ഡയാമീറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കാൻ നേരത്ത് 90 ആയിരിക്കും. ഇതുപോലെ തന്നെ ഈ മേളിൽ 3 വരച്ച പോലെ തന്നെ താഴെ എനിക്ക് 3 വരയ്ക്കാൻ മേലെ 1 2 3 അങ്ങനെ താഴെ എന്ത് ചെയ്യാം? 3 ട്രയാങ്കിൾസ് മുകളിൽ വരയ്ക്കാം, 3 ട്രയാങ്കിൾസ് താഴെയും വരയ്ക്കാം. അപ്പോൾ അറ്റ് എ ടൈം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡയാമീറ്റർ എടുത്ത് 1 to 5 മാത്രം ഡയാമീറ്റർ ആയിട്ട് എടുത്തേ. അപ്പോൾ ആ 1 to 5 മാത്രം ഡയാമീറ്റർ എടുത്തപ്പോൾ നമുക്ക് മൊത്തം എത്ര ട്രയാങ്കിൾസ് കിട്ടി? 6 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കിട്ടി അല്ലേ? 6 കിട്ടി. 6 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. ഏത് ഒരു ഡയാമീറ്ററിൽ നിന്ന് 1 to 5 എന്ന് പറഞ്ഞാൽ ഒരു ഡയാമീറ്ററിൽ നിന്നാണ് നമുക്ക് 6 കിട്ടിയത്. ഇതുപോലെ നമുക്ക് മൊത്തം എത്ര ഡയാമീറ്റർ വരയ്ക്കാൻ പറ്റും അതുകൂടെ നോക്കണേ. ഇത് ഒരു ഡയാമീറ്ററിൻ്റെ അല്ലേ? ഇതുപോലെ തന്നെ ഏത് ഡയാമീറ്റർ എടുത്താലും നമുക്ക് എന്താണ് ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടുന്നതല്ലേ? ഇത്രയും ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ മൊത്തം എത്ര ഡയാമീറ്റർ നമുക്ക് വരയ്ക്കാൻ പറ്റും? 1 2 3 4 അല്ലേ? 4 ഡയമീറ്റേഴ്സ് 8 പോയിന്റ് ഉണ്ടെങ്കിൽ 4 ഡയമീറ്റേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ? മൊത്തം 8 പോയിന്റ്സ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം 2 പോയിന്റ്സ് തമ്മിൽ കൂട്ടി ചോദിച്ചാണല്ലോ ഡയമീറ്റർ വരയ്ക്കുന്നത്. അപ്പോൾ ഡയമീറ്റർ എത്ര ഡയമീറ്റർ പോസിബിൾ ആണ്? 4 ഡയമീറ്റർ പോസിബിൾ ആണ്. ഈ 4 ഡയമീറ്ററിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 ട്രയാങ്കിൾസ് വീതം വരയ്ക്കാനും പറ്റും. ഒരു ഡയമീറ്ററിന് 6 ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. അതാണ് നമ്മളിവിടെ കണ്ടത്. അതാണ് ഒരു ഡയമീറ്ററിന് 6 ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. മൊത്തം നമുക്ക് 4 ഡയമീറ്റേഴ്സ് വരയ്ക്കാൻ പറ്റും. 8 പോയിന്റ് വെച്ച് 4 ഡയമീറ്റേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം മൊത്തം എത്ര കിട്ടും? മൊത്തം നമുക്ക് അപ്പം എത്ര ട്രയാങ്കിൾസ് പോസിബിൾ ആയിരിക്കും? അപ്പോൾ ടോട്ടൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം 4 ഡയമീറ്റേഴ്സ് ഉണ്ട്. 4 ഇൻറ്റു ഒരു ഡയമീറ്ററിന് 6 ട്രയാങ്കിൾസ് വീതം കിട്ടുകയും ചെയ്യും. അപ്പോൾ 4 × 6 = 24. നമ്മുടെ ആൻസർ വരുന്നത് എത്രയാണ്? ഓപ്ഷൻ എ 24. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 24 ട്രയാങ്കിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ ഇത്? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ആൻ എക്സാമിനേഷൻ the maximum marks for each of the 4 papers, namely P, Q, R and S are 100. Marks scored by student are in integers. A student can score 99% in n different ways. What is the value of n? ഇപ്പോൾ ഇവിടെ തന്നേക്കുന്നത് എത്രയാണ്? 4 പേപ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? P, Q, R, S അങ്ങനെ 4 പേപ്പേഴ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. P, Q എല്ലാത്തിൻ്റെയും മാക്സിമം മാർക്ക് 100 ആണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് ഈ 4 പേപ്പറിനും സ്കോർ ചെയ്തു. എന്നിട്ട് മാർക്സ് എല്ലാം ഇൻറ്റീജറിലായിരിക്കും. അതായത് പോയിന്റ് ഒന്നും പറ്റില്ല. 99.5 അല്ലെങ്കിൽ 90.5 അങ്ങനെയൊന്നും പറ്റത്തില്ല. എല്ലാം ഇൻറ്റീജേഴ്സ് ആയിട്ട് തന്നെയാണ് സ്കോർ ചെയ്തേക്കണേ. ആൻഡ് ഹി ക്യാൻ സ്കോർ എത്രയാണ്? 99% ആണ് സ്കോർ ചെയ്ത്. അപ്പം n ഡിഫറൻറ്റ് ബേസിൽ 99% മാർക്ക് പുള്ളി സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പം 99% സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എത്ര ഡിഫറൻറ്റ് രീതിയിലാണ് സ്കോർ ചെയ്തതെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ മൊത്തം എത്ര ടോട്ടൽ എത്രയാണ്? 400 മാർക്സ് ആണ് അല്ലേ? അപ്പോൾ 400 മാർക്സിനകത്ത് 99% വന്നെന്ന് പറഞ്ഞാൽ പുള്ളി എത്ര സ്കോർ ചെയ്യണം? ഈ ഒരു കുട്ടി 396 മാർക്സ് പുള്ളി സ്കോർ ചെയ്യണം. ഓക്കെ, ഈ ഒരു ഐഡിയ കിട്ടിയോ? അതായത് 400 മാർക്സ് ആണ് ടോട്ടൽ. അതിനകത്ത് 396 മാർക്ക് സ്കോർ ചെയ്യും. കാരണം 396 ആണ് എന്ന് പറയുന്നത് 99% ഓഫ് 400. 400ൻ്റെ 99% എന്ന് പറയുന്നത് 396 ആണ്. അപ്പോൾ 396 മാർക്സ് സ്കോർ ചെയ്യണം. നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ 4 കോമ്പിനേഷനില്ലേ അതിനകത്തുനിന്ന് നമ്മൾ പല രീതിയിൽ കോമ്പിനേഷൻ നമ്മൾ എഴുതി നോക്കണം. അവിടെ 396 സമ്മ് 396 കിട്ടുന്ന രീതിയിൽ നമ്മൾ പല വാല്യൂസ് എഴുതി നോക്കും. അതായത് നമുക്ക് വേണമെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതൊക്കെയാണ്? ഇവിടെ പോസിബിൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇപ്പം എനിക്കൊന്ന് ഇത് എഴുതി. ഓക്കെ, പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ നമുക്ക് മൊത്തം അറിയാം 400 ആണ് നമ്മുടെ മാർക്സ്. നമുക്ക് വേണ്ടത് 396 നമുക്ക് ഔട്ട്കം കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരെണ്ണം എഴുതുവാണ്. അതായത് ഇങ്ങനെ എഴുതാൻ പറ്റേ Pക്ക് 96 കിട്ടി, ബാക്കി QRSനെല്ലാം 100 വീതം. ഈ ഒരു കോമ്പിനേഷൻ പോസിബിൾ അല്ലേ? ഇപ്പോൾ മൊത്തം ടോട്ടൽ മാർക്ക് എത്രയാണ്? 396 തന്നെയല്ലേ അല്ലേ? നമുക്ക് 396 കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതിനെ പല ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യുവാണ്. ഇത് എത്ര രീതി പോസിബിൾ ആണ്? അതായത് ഒരാൾക്ക് Pക്കോ Qക്കോ Rനോ Sോ ആർക്ക് വേണമെങ്കിലും 96 കൊടുക്കാം. നമ്മുടെ ഈ ആർക്ക് വേണമെങ്കിലല്ല, ഈ 4 പേപ്പറിന് ഏത് വേണമെങ്കിലും ഒരു പേപ്പറിന് 96 കിട്ടാം.
അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതാണ് 396 നമുക്ക് കിട്ടണം. ഈ ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു പേപ്പറിന് 96ഉം ബാക്കി 3 പേപ്പറിന് 100. ഇത് എത്ര ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കറിയാം മൊത്തം ഇവിടെ 4 പേപ്പേഴ്സാണുള്ളത്. അത് എത്ര ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 4 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. പക്ഷേ ഇവിടെ 100 സെയിം ആണ് അല്ലേ, സിമിലർ ആയിട്ടുള്ള 3 ഉണ്ട്. സോ ഇറ്റ് വിൽ ബി ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് മൊത്തം എത്രയുണ്ട്? 4 ഡിഫറെൻറ്റ് രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതുപോലെ പല കോമ്പിനേഷൻ എഴുതി നോക്കുവാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഓരോന്ന് വീതം കൂട്ടി നോക്കാം. അതായത് ഈ 96 ആയെന്നുള്ളത് 97 ആയി. ഇപ്പോൾ 97 ആകാൻ നേരത്ത് നമ്മളിവിടെ ഏതെങ്കിലും ഒരു പേപ്പറിന് ഒരെണ്ണം കുറയ്ക്കണ്ടേ, കാരണം എന്നാലേ 396 കിട്ടത്തുള്ളൂ. 396 നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ ഞാൻ അടുത്തത് 99 ആക്കി, 100 എന്നുള്ളത് 99 ആക്കി, ബാക്കി 100 തന്നെ. ഇത് നമുക്ക് 396 തന്നെ കിട്ടും. ഇത് എത്ര ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? മേളിലത്തെ ഒരു തർക്കമില്ല, 4 ഫാക്ടോറിയൽ തന്നെ, കാരണം മൊത്തം 4 4 ഫാക്ടോറിയൽ. താഴെ എത്ര വരും? 97 ഡിഫറെൻ്റ് ആണ്, 99 ഡിഫറെൻ്റ് ആണ്, പിന്നെ 200. അപ്പോൾ 200 ഇവിടെ വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 2 ഫാക്ടോറിയലിൻ്റെ അതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് നമുക്ക് എത്ര ഡിഫറെൻറ്റ് രീതി കിട്ടും? 12 ഡിഫറെൻറ്റ് വേസിൽ അത് പോസിബിളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് അടുത്ത ഒരു ഇതുകൂടെ കൂട്ടുക. അതായത് 97 എന്നുള്ളതാക്കി ഞാൻ എന്താക്കി? 98 ആക്കി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഒന്ന് കുറയ്ക്കുക അല്ലേ, 98 ആക്കാമല്ലോ. അപ്പം ഒന്നുകിൽ ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് 2. അപ്പോൾ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ 98 ആക്കി, ബാക്കി 100 അത് എവിടെ തന്നെ. ഇതും എത്ര രീതി പറ്റും? 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 98 100 ഉണ്ട്. സോ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വരും. സോ എത്ര ഡിഫറെൻറ്റ് രീതി പറ്റും? 6 ഡിഫറെൻറ്റ് വേസിൽ ഇത് പോസിബിളാണ്. ഇനി എനിക്ക് 98 തന്നെ ആക്കാം. ഇത് 98 തന്നെ, ഇവിടെ 99, ഇത് 99 പോസിബിൾ അല്ലേ? ഓക്കെ അല്ലേ? രണ്ടും 99 വരാമല്ലോ. അതിൻ്റെ കോമ്പിനേഷൻ എത്രയാണ്? 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 12. ഇനി ഇതുപോലെ തന്നെ ഇനി അടുത്ത ഏതാ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം ഏതാ? എല്ലാം 99 കൊടുക്കാമല്ലേ? ഇനി അതല്ലേ പറ്റത്തുള്ളൂ. എല്ലാം 4 പേപ്പേഴ്സിന് 99 തന്നെ എക്സാക്ട്ലി കിട്ടിയെന്ന് വിചാരിച്ചു. ഇത് എത്ര രീതിയിൽ പറ്റണം? ഒരു രീതി, അതായത് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് വരും, ദാറ്റ് ഈസ് 1. ഇതല്ല നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള ഈ 5 രീതിയിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വേറെ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ പോസിബിൾ ആയിട്ടുള്ള നമുക്ക് കിട്ടിയ ഔട്ട്കം ഇല്ലേ, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. അതായത് എത്ര ഡിഫറെൻറ്റ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും? എന്നിൻ്റെ വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് 4 + 6 10, 12 + 12 24. അപ്പോൾ 10 + 24 എത്ര? 34. 34 + 1 35 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? n ഈസ് ഈക്വൽ ടു 35. ഇങ്ങനെ നമ്മൾ എഴുതി നോക്കിയിട്ട് എത്ര ഡിഫറെൻറ്റ് ഡേയ്സിൽ ഔട്ട്കം വരും എന്നുള്ളത് എഴുതി നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് എത്ര ഡിഫറെൻറ്റ് ഡേയ്സിൽ സ്കോർ ചെയ്യാൻ പറ്റും ഈ സ്റ്റുഡൻറ്റിന്? 35 ഡിഫറെൻറ്റ് വേസിൽ ഈ സ്റ്റുഡൻറ്റിന് സ്കോർ ചെയ്യാം. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി 35 ആണ് ആൻസർ. ഇനി അടുത്താണ്, there are 9 cups placed on a table arranged in equal number of rows and columns, out of which 6 cups contain coffee and 3 cups contain tea. In how many ways can they be arranged so that each row should be contain at least 1 cup of coffee? സോ ഈ ഒരു ചോദ്യം ചെയ്യാൻ നമ്മുടെ ചോദ്യത്തിനകത്ത് ഇത്രേ ഉള്ളൂ. അതായത് ഇത് 2022 ചോദിച്ചാണ്. ചോദ്യത്തിനകത്ത് ചോദിച്ചത് എന്താ? അതായത് 9 കപ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസിലാണ്. ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസിലേക്ക് വരാൻ നേരത്ത് നമുക്ക് എന്താണ്? 3യുടെ ഇതല്ലേ, 3 റോസും 3 കോളംസ് അല്ല തന്നെ. സോ നമ്മൾ 3 റോസ് വരയ്ക്കും, 3 കോളംസ് വരയ്ക്കും, 3 റോസ് വരയ്ക്കും. അപ്പം ഇതാണ് റോസ് വരുന്നത്, ഇത് കോളംസ്, അതറിയാലോ. സോ ഇനി നമ്മളോട് ചോദിച്ചാൽ നമുക്ക് കോഫി എത്രയുണ്ട്? കോഫി എന്ന് പറയുന്നത് 6 ആണ്. ടീ എന്ന് പറയുന്നത് ടീ എന്ന് പറയുന്നത് 3 കപ്സ് ആണ്. അങ്ങനെയാണ് മൊത്തം 9 ഉള്ളത്. ഇപ്പം നമ്മൾ ചോദിച്ചാൽ ഇൻ ഹൗ മെനി വേസ് ദേ ക്യാൻ ബി അറേഞ്ച് സോ ദാറ്റ് ഈച്ച് റോ ഷുഡ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 കപ്പ് ഓഫ് കോഫി. എല്ലാ റോയിലും മിനിമം 1 കപ്പ് ഓഫ് കോഫി വേണമെന്നാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ചോദിച്ചാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരിക്കലും ഒരു റോയിൽ ടീ മാത്രമായിട്ട് വരാൻ പാടില്ല. അതായത് 3 ടീ അടുപ്പിച്ച് ഒരിക്കലും വരാൻ പാടില്ല. മിനിമം 1 കോഫിയെങ്കിലും അവിടെ വേണം. അതായത് ഇങ്ങനെ 1 കോഫിയെങ്കിലും അവിടെ വേണമെന്നാണ് പറഞ്ഞേക്കണത്. ഒരിക്കലും അടുപ്പിച്ച് എന്ത് വരത്തില്ല? ടീ ഒരിക്കലും അടുപ്പിച്ച് വരാൻ പാടില്ല എന്നാണ്.
ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം അറ്റ്ലീസ്റ്റ് 1 കപ്പ് ഓഫ് കോഫി എന്നല്ല വേണ്ടേ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ കോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് അതായത് ടീ 3 റോയിലും വരാത്ത കണ്ടീഷൻ കണ്ടുപിടിക്കും. അതായത് ടീ വരാത്തതല്ല, കോഫി ഒരു റോയിൽ കോഫി വരാത്ത കണ്ടീഷൻ, അതായത് അറ്റ്ലീസ്റ്റ് 1 കോഫി ഒരു റോയിലല്ലേ. അപ്പോൾ ഒരു റോയിൽ കോഫി ഇല്ലാത്ത കണ്ടീഷൻ ഇല്ലേ, അതായത് ആ റോ മൊത്തം ടീ വരുന്ന രീതിയിൽ നമ്മൾ നേരത്തെ പറയാം. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു റോയിൽ കോഫി വരാത്ത കണ്ടീഷനാണ്, കോഫി നന്നായിട്ടുള്ള കണ്ടീഷനാണിത്. ഈ റോയിൽ മൊത്തം ടീ ആണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ എത്രയാണോ അത് നമ്മൾ എടുക്കും. അത് എത്ര പോസിബിൾ ഡിഫറെൻറ്റ് വേസിലുണ്ട്. അതായത് ഇത് 1 വേ ആണ്. അതുപോലെ തന്നെ ഈ ടീ എല്ലാം ഇവിടെ വരാമല്ലോ. സെക്കൻഡ് കേസ് ഈ ടീ എല്ലാം മേളിത്തെ ഇതിലും വരാമല്ലോ. അങ്ങനെ 3 ഡിഫറെൻറ്റ് രീതിയിലാണ് ആ റോ ഫുള്ള് ടീ വരാനുള്ള കേസ് അല്ലേ. റോ ഫുള്ള് ടീ വരാനുള്ള കേസസ് 3 അതറിയാലോ. 3 കേസസാണ് ടീ മൊത്തം ഒരു റോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഈ 3 പറയുന്നത് കോഫി ഇല്ലാത്ത കേസാണ്. ആ റോയിൽ കോഫി നന്നായിട്ടുള്ള കേസാണ് എന്ന് പറയുന്നത് ഈ 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലായില്ലേ. ഇനി നമ്മളപ്പോൾ ചെയ്യുന്നതായിട്ട് അറ്റ്ലീസ്റ്റ് 1 ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കോഫിയെങ്കിലും എന്താ പറയുക ഒരു റോയിൽ വേണമെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടോട്ടൽ ഡിഫറെൻറ്റ് വേസ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് ഈ കോഫി ഇല്ലാത്ത കേസസ് കുറയ്ക്കും. അതായത് കോഫി വരാത്ത കേസസ് ഇല്ലേ, നമ്മൾ ഈ 3 കണ്ടുപിടിച്ചാണ് കോഫി ഒരിക്കലും ആ റോയിൽ വരാത്ത കേസസ് ആണ്. അത് 3 ഡിഫറെൻറ്റ് കേസസാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടലി നമ്മൾ കുറയ്ക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ അറേഞ്ച്മെൻറ്റ് എത്രയാണ്, ടോട്ടൽ എത്ര നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് മൊത്തം എത്ര കപ്പുണ്ട്, 9 കപ്സ് അല്ലേ ഉള്ളത്. തന്നേക്കകത്ത് 9 കപ്സ് ആണ്. അപ്പം 9 ഫാക്ടോറിയൽ ബേസിൽ അതിനെ അറേഞ്ച് ചെയ്യാമല്ലോ. പക്ഷേ ഇവിടെ എന്താണ് ഐഡൻറ്റിക്കലാണ്. എത്രയാണ്, കോഫി കപ്സ് 6 ആണ്. അപ്പോൾ അതുകൊണ്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻറ്റു ടീയുടെ കപ്പ് 3 ഉണ്ട്. അപ്പോൾ അത് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ കിട്ടും. ഇത് നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടും, 84 എന്ന് കിട്ടും അതിൻ്റെ ഇത്. അതായത് ടോട്ടൽ അറേഞ്ച്മെൻറ്റ് എത്രയാണ്, ടോട്ടൽ അറേഞ്ച്മെൻറ്റ് 84 ആണ്. അതിനകത്ത് നിന്ന് ടീ ഒരിക്കലും ഓരോ റോയിൽ അതായത് റോ വൈസ് ടീ മാത്രം വരുന്ന കേസസ്, അതായത് കോഫി വരാത്ത കേസ്. ഓക്കെ, അതായത് കോഫി ഇവിടെ നമ്മൾ അറ്റ്ലീസ്റ്റ് 1, ഇത് കോഫിയുടെ കേസ് കേട്ടോ, കോഫിയാണ് അറ്റ്ലീസ്റ്റ് 1 വേണമെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ടോട്ടലിൽ നിന്ന് നണ്ണെന്ന് പറയുന്നത് എന്താണ്, ഈ കേസസ് ആണ്. അതായത് ടീ ആ റോ മൊത്തം ടീ തന്നെയാണ്. നമ്മൾ ഈ കാണിച്ചാണ് കണ്ടില്ലേ, ഫസ്റ്റ് റോ മൊത്തം ടീ ആണ്. അതെന്ന് പറയാൻ എത്ര കേസസ് ആണ്, 3 ആണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്, 81. അതാണ് നമ്മുടെ ആൻസർ. അതായത് അറ്റ്ലീസ്റ്റ് 1 കോഫി അറ്റ്ലീസ്റ്റ് 1 വരുന്ന കേസസ് എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്, 81 കേസസിൽ മിനിമം ഒരു കോഫി ഒരു റോയിൽ ഒരു കോഫി ചെയ്യുന്ന രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സോ ആൻസർ എന്ന് പറയുന്നത് D 81 ആണ്. നെക്സ്റ്റ് ചോദ്യം, ടോട്ടൽ 10 പോയിൻറ്റ്സ് ആർ ദെയർ ഇൻ എ പ്ലെയിൻ ഔട്ട് ഓഫ് വിച്ച് 4 ആർ കൊളീനിയർ. കൊളീനിയർ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന പോയിൻറ്റ്സ്. ആൻഡ് then find the total number of different triangles that can be formed by joining these points. അപ്പം ഈ പോയിൻറ്റ്സ് വെച്ച് നമുക്ക് എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കറിയാം 10 പോയിൻറ്റ്സ് ഉണ്ട്. നമുക്കൊരു ട്രയാങ്കിൾ വേണമെങ്കിൽ നമുക്ക് എത്ര പോയിൻറ്റ്സ് വേണമെന്ന് അറിയാം, 3 പോയിൻറ്റ്സ് വേണം. ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 3 പോയിൻറ്റ്സ് വേണം നമുക്കറിയാം. ഇവിടെ ടോട്ടൽ എത്ര പോയിൻ്റ് ഉണ്ട്, 10 പോയിൻറ്റ്സ് ഉണ്ട്. അതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് 4 എണ്ണം ഏതാണ്, കൊളീനിയർ ആണ്. കൊളീനിയർ ആയിട്ടുള്ളതാണ് 4 പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 10 പോയിൻറ്റ്സ് വെച്ച് നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടുപിടിക്കും. 4 കൊളീനിയർ പോയിൻറ്റ്സ് വെച്ച് 4 പോയിൻറ്റ്സ് വെച്ച് നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കും. അതായത് നമ്മൾ അതിൻ്റെ വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളത് കുറച്ചാൽ മതി. 10ൽ നിന്ന് ഇത് 4 കുറച്ച്, കാരണം ഇത് 4 കൊളീനിയർ പോയിൻറ്റ്സ് ആയതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിത് കൊളീനിയർ അല്ലായിരുന്നെങ്കിൽ ഈ 4 എണ്ണം വെച്ച് നമുക്ക് എത്ര ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അത് കണ്ടുപിടിച്ചിട്ട് അത് ഈ 10ൽ നിന്ന് കുറയ്ക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാണ്, 10 പോയിൻറ്റ്സ് വെച്ച് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വിത്ത് 10 പോയിൻറ്റ്, 10 പോയിൻറ്റ് വെച്ച് നമുക്ക് എത്ര ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ പറ്റും, എത്ര ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാം. ദാറ്റ് ഈസ് 10C 3 വേസ് അല്ലേ, 10C 3 അല്ലേ. അതിൻ്റെ ആൻസർ എത്ര കിട്ടും, 10 × 9 × 8 ഡിവൈഡ് ബൈ 1 × 2 × 3.
അല്ലേ? ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 4 പോയിൻറ്റ്സ്, അത് നമ്മൾ ഈ 4 എടുത്താണ് നമ്മുടെ 4 കൊളീനിയർ പോയിൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ 4 പോയിൻറ്റ്സ് വെച്ച് അല്ലെങ്കിൽ പോയിന്റ് വെച്ച് നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റും? 4C3 ബേസ് ആണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 4. ഈ 4 ട്രയാങ്കിൾ നമുക്ക് മിസ്സിംഗ് ആണ്. കാരണം എന്താ? ഇത് കൊളീനിയർ പോയിന്റ്സ് ആയതുകൊണ്ട് ഈ 4 ട്രയാങ്കിൾസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ മിസ്സിംഗ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ചെയ്യാൻ പറ്റും? ഇത് കുറയ്ക്കുക. ഈ 4 നമുക്ക് 120 നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ അതെന്ന് പറയുന്നത് ദെയർഫോർ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് 10 പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ഓഫ് വിച്ച് ആർ 4 ആർ കൊളീനിയർ. അതായത് 4 കൊളീനിയർ പോയിന്റ്സ് വെച്ച് കൊളീനിയർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ ബാക്കിയുള്ള 10 പോയിന്റ്സ് ഉണ്ട്. എന്നാൽ 4 കൊളീനിയർ ആണെങ്കിൽ അതിനകത്ത് എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് നമുക്ക് മൊത്തം ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 120 മൈനസ് 4 ആണ്. അതായത് 120 എന്ന് പറയുന്നത് എന്താണ്? 10C3 അല്ലേ? 10C3 അതായത് 10 പോയിന്റ്സ് വെച്ച് എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുന്നതാണ് 120 എന്ന് പറയുന്നത്. 4 എന്ന് പറയുന്നത് നമ്മുടെ ഈ 4C3 ആണ് 4 എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 116. ഇതാണ് നമ്മുടെ മൊത്തം ട്രയാങ്കിൾസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. എളുപ്പമല്ലേ ഈ ചോദ്യം? സോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാനകത്ത് 3 ഡൈസ്. അപ്പം ഓരോ ഡൈസ് നമുക്കറിയാം 6 ഫേസസ് ഉണ്ട്. 1 to 6 വരെ നമ്പേർഡ് ആയിരിക്കും അതിനകത്ത്. ആർ റോൾഡ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം സച്ച് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഡൈസ് ഷോ നമ്പർ 2? അതായത് മിനിമം ഒരു ഡൈസ് എങ്കിലും 2 കാണിക്കണം. അതായത് ഒരു ഡൈസ് 2 കാണിക്കുക, ബാക്കി ഡൈസ് 1 to 6 ഏത് നമ്പർ ആകാം, 1 ആയാലും 4 ആയാലും കുഴപ്പമില്ല. മിനിമം ഒരെണ്ണമെങ്കിലും 2 വരണം. ഇത് 3 2 വരാവുന്ന കേസസും ഉണ്ട്, അതും വരാം, അതും പോസിബിൾ ആണ്. അത് പറഞ്ഞിട്ടില്ല, മിനിമം ഒരെണ്ണം വന്നാൽ മതി എന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഇതും എത്രയാണ്? നമ്മൾ നേരത്തെ ഇതുപോലെ അറ്റ്ലീസ്റ്റിൻ്റെ ചോദ്യമാണ് അല്ലേ? നമ്മൾ നേരത്തെ കപ്പും ടീയുടെയും കോഫി കപ്പിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ എത്രയാണ്? അറ്റ്ലീസ്റ്റ് 1 കോഫി കപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അറ്റ്ലീസ്റ്റ് എന്ത് തന്നെ? അറ്റ്ലീസ്റ്റ് 1 2 കിട്ടണം അല്ലേ? ഒരു നമ്പറെങ്കിലും 2 വരണം. അപ്പോൾ ഇതിൻ്റെ പോസിബിൾ നമ്മൾ എന്താണ്? നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ടോട്ടൽ കണ്ടുപിടിക്കും, എന്നിട്ട് അതിൽ നിന്ന് എന്ത് കുറയ്ക്കും? 2 ഇല്ലാത്ത കേസസ് കുറയ്ക്കും. അത് 2 ഒഴികെ ബാക്കിയെല്ലാം വരാമല്ലോ, ബാക്കി 5 നമ്പേഴ്സ് വരികയില്ലേ? അതില്ലാത്ത കേസസ് കണ്ടുപിടിക്കാൻ എളുപ്പം. അപ്പം അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണോ ഔട്ട്കം ഉള്ളത് അതിനകത്തുനിന്ന് ഈ 2 ഇല്ലാത്ത ഇത് നൺ മൈനസ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അതായത് മിനിമം ഒരെണ്ണമെങ്കിലുള്ള കേസസ് കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ പോസിബിൾ ഔട്ട്കം എത്രയാണ്? അതായത് എല്ലാം കൂട്ടിയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 2ൻ്റെ അല്ല, ടോട്ടൽ മൊത്തം 3 ഡൈസസ് ഉണ്ട്. എല്ലാത്തിനും എന്തുണ്ട്? 1 to 6 വരെ നമ്പേഴ്സ് ഉണ്ട്. അപ്പം ആദ്യത്തെ ഡൈസ് 6 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് അതിൻ്റെ ഔട്ട്കം കിട്ടിയല്ലേ? കാരണം 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, 4 5 6 അങ്ങനെ മൊത്തം 6 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. സെക്കൻഡ് ഡൈസും സെയിം തന്നെയല്ലേ, 6 ഉണ്ട്. തേർഡ് ഡൈസും എന്തുണ്ട്? 6 ഡിഫറെൻറ്റ് വേസിലുണ്ട്. അപ്പോൾ മൊത്തം എത്ര കിട്ടും? 216. ഇതാണ് നമ്മുടെ ടോട്ടൽ. ഓക്കെ, 216 ഔട്ട്കംസ് നമുക്ക് എന്ത് കിട്ടും? ഈ 3 ഡൈസസ് റോൾ ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടും. കാരണം 1 to 6 ആണ് അതിൻ്റെ ഇത്. ഇനി 1 തൊട്ട് 6 വരെ അല്ലാണ്ട് 1 തൊട്ട് 4 വരെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരും? 4 into 4 into 4 എന്ന് എഴുതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ 6 വന്നത്. സോ ടോട്ടൽ 6 ഔട്ട്കംസ് ഓരോ ഡൈസിനും പെർ ഡൈസിന് 6 ഔട്ട്കം ഉള്ളതുകൊണ്ടാണ്. ഇനി ഈ നൺ കേസില്ലേ, അതായത് 2 വരാത്ത കേസ്, അതാണ് നമ്മൾ നൺ എടുത്തേക്കണേ. അതായത് 2 ഇല്ല, നോട്ട് 2 ഇല്ല, ബാക്കി എത്രയുണ്ട്? 1 3 4 5 6 ഇത് വരുന്ന കേസസ് ആണ്. ഇത് മൊത്തം എത്ര ഉണ്ട്? 5 ഔട്ട്കംസ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് എത്ര ഡിഫറെൻറ്റ് വേസ് പോസിബിൾ ആണ്? 2 ഇല്ലാണ്ട് ബാക്കി 5 വരാമെന്നുള്ളത്. ആദ്യത്തത് 5 ഡിഫറെൻറ്റ് വേസിൽ പോസിബിൾ ആണ് അല്ലേ? രണ്ടാമത്തതും 5, മൂന്നാമത്തതും 5 ഡിഫറെൻറ്റ് വേസിൽ 5 ഡിഫറെൻറ്റ് വേസിൽ ആ 3 പോസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരും? 125 അത് വരും. ക്ലിയർ ആയോ? സോ നമ്മളെന്താ നണ്ണ്, അതായത് 2 വരാത്ത കേസസ്, 2 ഒരിക്കലും വരികയില്ല, 3 2 ഇല്ലാത്ത കേസസ് എത്ര വരും? 125 കേസസ് അതും വരും. ഇത് നമ്മൾ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടലി നൺ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടി. അതായത് അറ്റ്ലീസ്റ്റ് 2 ഉള്ള എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചാണ് അറ്റ്ലീസ്റ്റ് 1 ഡൈസിന് എന്തുണ്ടായിരിക്കണം? 2 കൊണ്ടാണ്. 1 ഡൈസ് ഷോസ് 2 എന്ന് പറയുന്നത്, അതായത് നമ്പർ 2 എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടലിൽ നിന്ന്
ഒന്നും വരാത്ത കേസസ് നമ്മൾ കുറയ്ക്കുക, അതായത് 125 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 91 അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി 91. മനസ്സിലായത്? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെ 1 red flag, 3 white flags and 2 blue flags are arranged in a line such that കണ്ടീഷൻ ഇതൊക്കെയാണ്. No 2 adjacent flags are the same color. അതുപോലെ തന്നെ the flag that at the two end of the line are of different colors. In how many different ways that flags can be arranged? ഇപ്പോൾ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ നമുക്കിവിടെ ഏറ്റവും കൂടുതലുള്ളത് നമുക്കറിയാം. റെഡ് ഫ്ലാഗ് എത്രയുണ്ട്? 1, വൈറ്റ് ഫ്ലാഗ് 3, അതുപോലെ തന്നെ ബ്ലൂ ഫ്ലാഗ് 2 ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും കൂടുതലുള്ള വൈറ്റ് ഫ്ലാഗ് നമ്മൾ ഫസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് അതനുസരിച്ച് ബാക്കി അറേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കറിയാം 3 ലൈൻസാണ്. അപ്പോൾ നമുക്കിത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? പറഞ്ഞിട്ടുണ്ട് നോ 2 adjacent flag can are of the same color. അടുത്തടുത്ത് സെയിം കളേഴ്സ് വരാമില്ല. അപ്പം ഒരു വൈറ്റ് ഫ്ലാഗ് ഇട്ടാൽ പിന്നെ വേറെ ഒരു കളർ വരണം, പിന്നെ അടുത്ത വൈറ്റ് ഫ്ലാഗ് ചെയ്യാം, പിന്നെ ഒരു കളർ വരണം, പിന്നെ അടുത്ത വൈറ്റ് ഫ്ലാഗ് ചെയ്യാം, പിന്നെ എന്താണ് ഒരെണ്ണോടുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ദ ഫ്ലാഗ് ദാറ്റ് അറ്റ് ദ ടു എൻഡ് ഓഫ് ദ ലൈൻസ് ആർ ഡിഫറെൻറ്റ് കളേഴ്സ് വേണം. അതായത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് വൈറ്റിനെ കൊണ്ട് എൻഡിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു കേസസിലെ അതായത് ഇവിടെ ഒരു വൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, എൻഡിൽ ഒരു വൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഈ കേസസ് പറ്റത്തില്ല. കാരണം ഇത് ഡിഫറെൻറ്റ് കളേഴ്സ് വേണം. അപ്പോൾ ഇത് പോസിബിൾ അല്ല, ബട്ട് ഇത് പോസിബിളാണ്. അതെ, ഒരു വൈറ്റ് പിന്നെ വേറെ ഏതെങ്കിലും കളർ, റെഡോ ബ്ലൂ ആകാം, പിന്നെ ഒരു വൈറ്റ്, പിന്നെ ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കളർ വരാം, പിന്നെ അടുത്തൊരു വൈറ്റ്, പിന്നെ റെഡോ ബ്ലൂ വരാം. ഇത് ഒരു കേസസ്. ഇതുപോലെ തന്നെ വേറൊരു കേസിന് വരാമല്ലേ? അതായത് സ്റ്റാർട്ടിങ് ബ്ലാങ്ക് ആയിട്ട് ഏതെങ്കിലും കളർ, പിന്നെ വൈറ്റ്, പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സ്, പിന്നെ വൈറ്റ്, പിന്നെ അടുത്ത ഡിഫറെൻറ്റ് കളേഴ്സ്, പിന്നെ വൈറ്റ്. ഇങ്ങനെ 2 രീതി പോസിബിൾ അല്ലേ? ഇതൊരു കേസ്, ഇത് രണ്ടാമത്തെ കേസ് അല്ലേ? ഒന്നെങ്കിൽ ഈ ഫസ്റ്റ് കേസ് പോസിബിളാണ്, ഇല്ലെങ്കിൽ ഏത് കേസ് പോസിബിളാണ്? സെക്കൻഡ് കേസും പോസിബിൾ അല്ലേ? ഇങ്ങനെ 2 കേസസ് ഓറിട്ട് 2 കേസസ് അല്ലേ പോസിബിൾ? ഓക്കെ, ഇനി ഇവിടെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? നമുക്കിനി മിച്ചം എത്രയാണ് ഉള്ളത്? ബ്ലൂ ഉണ്ട്, വൈറ്റ് നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തു. മിച്ചം 3 പൊസിഷൻ ഉണ്ട്, ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അവിടെ എത്ര ഉണ്ട്? 3 ബോൾസ് ഫ്ലാഗ് നമുക്ക് അറേഞ്ച് ചെയ്യണം. അതിനകത്ത് 2 ബ്ലൂ ഉണ്ട്, ഒരു റെഡും ഉണ്ട് അല്ലേ? അപ്പോൾ മൊത്തം എത്ര? 3 ഫ്ലാഗ് ഉണ്ട്. മിച്ചം ഇനി 3 ഫ്ലാഗ് ആണുള്ളത്. അപ്പോൾ അത് ഡിവൈഡ് ബൈ, അപ്പോൾ അത് 3 ഫ്ലാഗ് എത്ര രീതിയിൽ ചെയ്യാം? 3 ഫാക്ടോറിയൽ വൈസിൽ അറേഞ്ച് ചെയ്യാം. പക്ഷേ അവിടെ എന്താണ്? ബ്ലൂ 2 ബ്ലൂ ആണ്, സെയിം ആണ്, അതിനെ ഡിവൈഡ് ചെയ്യണം 2 ഫാക്ടോറിയൽ. അപ്പോൾ അത് എത്ര ഡിഫറെൻറ്റ് രീതിയിൽ പോസിബിൾ ആണ്? 3 വേസിൽ ഇവിടെ പോസിബിൾ ആണ്. ബാക്കി വൈറ്റ് നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തു. ബാക്കിയുള്ള 3 ഫ്ലാഗ്സ് നമുക്ക് 3 വേസിൽ പോസിബിൾ ആണ്. അത് ഒരു ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസിലും സെക്കൻഡ് കേസിലേക്ക് വരാന്നർത്ഥം ഇത് സെയിം തന്നെയല്ലേ? ഇവിടെ 3 വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ 3 വേസിൽ ഈ സെയിം രീതിയിൽ തന്നെ 3 വേസിൽ ഇവിടെ അറേഞ്ച് ചെയ്യാം. അപ്പം ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ഫ്ലാഗ് ക്യാൻ ബി അറേഞ്ച് അതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ പറയാം. ഒന്നെങ്കിൽ ഫസ്റ്റ് കേസ് അല്ലെങ്കിൽ സെക്കൻഡ് കേസ്. അതായത് 3 + 3 വേസ് ഉണ്ട്. ദാറ്റ് ഈസ് മൊത്തം എത്രയുണ്ട്? 6 വേസ് ആണ് എന്തുള്ളത്? ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഓപ്ഷൻ എ 6. സോ ഇത് അടുത്ത ക്വസ്റ്റിനിലേക്കാണ്. അതായത് ഇവിടെ 4 ലെറ്റേഴ്സ് ഉണ്ട്, 4 എൻവെലപ്സ് ഉണ്ട്. ഓരോ ലെറ്ററിലും എക്സാക്ട്ലി ആയിട്ട് ഓരോ എൻവെലപ്പ് മാത്രമേ എടുത്തുള്ളൂ വിത്ത് കറക്റ്റ് അറ്റൻഡൻസ്. അപ്പോൾ അത് നമ്മൾ റാൻഡംലി ഇട്ടിട്ട് നമ്മൾ ചോദിക്കുവാണ്. കണ്ടീഷൻ ഇതൊക്കെയാണ്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എക്സാക്ട്ലി 1 ലെറ്റർ ഗോസ് ടു ഇൻ ടു ആൻ ഇൻകറക്റ്റ് എൻവെലപ്പ്. അപ്പം എക്സാക്ട്ലി ചോദിച്ചിട്ടുണ്ട്, എക്സാക്ട്ലി 1 ലെറ്റർ ഗോസ് ടു ആൻ ഇൻകറക്റ്റ് എൻവെലപ്പ്. അങ്ങനെ പോസിബിൾ ആണ്. കാരണം ആകെ മൊത്തം 4 ഉള്ളൂ. 4 എൻവെലപ്പ് ഉണ്ട്, 4 ലെറ്റേഴ്സ് ഉണ്ട്. അത് കറക്റ്റ് അഡ്രസ്സിലേക്ക് കറക്റ്റ് ഓരോ എൻവെലപ്പും കറക്റ്റ് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു ഒരെണ്ണം തെറ്റിപ്പോയാൽ ഉറപ്പായിട്ടും വേറെ അതുമായിട്ട് സപ്പോസ് ആയിട്ടുള്ള രണ്ടാമത്തെ വേറെ ഒരെണ്ണം തെറ്റും അല്ലേ? അല്ലാണ്ട് ഒരെണ്ണം മാത്രമായിട്ട് തെറ്റിയല്ലോ. ഏതെങ്കിലും ഒരു ലെറ്റർ റോങ് ആയെങ്കിൽ ആ ഇട്ട റോങ് എൻവെലപ്പിൽ ഇടേണ്ടിയിരുന്ന ലെറ്റർ വേറെ സ്ഥലത്തും റോങ് ആയില്ലേ? അപ്പം ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? തെറ്റാണ്. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എക്സാക്ട്ലി 1 ലെറ്റർ ഗോസ് ഇൻറ്റു ഇൻകറക്റ്റ് എൻവെലപ്പ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അത് മിനിമം ഒരെണ്ണം തെറ്റിയാൽ കൂടെ അതിൻ്റെ പേരായിട്ട് വേറെ ഒരെണ്ണോടി രണ്ടാമത് ഒരെണ്ണം തെറ്റും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദർ ആർ ഓൺലി 6 വേസ് ഇൻ വിച്ച് 2 ലെറ്റേഴ്സ് ക്യാൻ ഗോ ഇൻ ടു ദ കറക്റ്റ് എൻവെലപ്പ്. ഇപ്പോൾ 6 വേസേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പം മൊത്തം 4 ലെറ്റേഴ്സാണ് ഉള്ളത്, 4 എൻവെലപ്പാണുള്ളത്. അതിനകത്ത് 2 കറക്റ്റ് എൻവെലപ്പിൽ പോകണമെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് വേസ് എത്രയാണ്? സ്റ്റേറ്റ്മെൻറ്റ് 2 അതായത് ഇതിൻ്റെ ഡിഫറെൻറ്റ് വേസ് എത്രയാണ്? 4C2 അല്ലേ? 4C2 വേസിലല്ലേ 2 ഇത് കറക്റ്റ് എൻവെലപ്പിലേക്ക് പോകണേ. അത് എത്രയാണ് തന്നെ?
അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4C2 എന്ന് പറയുന്നത് 6 ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? അപ്പോൾ ആൻസർ എത്ര തന്നെ? ബി, 2 only. ഓക്കെ, അപ്പം ഇത് കിട്ടിയില്ലേ? അതായത് only 2 ബി എന്നുള്ള ആൻസറാണ് വരുന്നത്. കാരണം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എക്സാക്ട്ലി 1 letter ഗോസ് റോങ് പറ്റിയല്ല. കാരണം എന്താണ്, ഒരെണ്ണം തെറ്റിപ്പോയാൽ ഉറപ്പായിട്ട് അതിൻ്റെ പേരായിട്ടുള്ള രണ്ടാമതൊരെണ്ണം തെറ്റും. പക്ഷേ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് only 6 ways in which only 2 letters can go into correct envelope എന്ന് പറഞ്ഞാൽ 2 letters മൊത്തം 4 envelope-നകത്ത് 2 letters കറക്റ്റ് envelope-ലേക്ക് പോകുന്ന ഡിഫറെൻറ്റ് വേസ് എന്ന് പറയുന്നത് 4C2 ആണ്, വിച്ച് ഈസ് 6. അതാണ് നമ്മളിവിടെ ചേർത്താണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ആൻസർ ബി ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പം പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷനെ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി അടുത്ത വേറെ ഇനി അഡീഷണൽ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ വരുന്നതൊക്കെ ഇടയ്ക്ക് ഓരോ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് വേറെ അടുത്ത ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, അപ്പം താങ്ക് യു.